പ്രമുഖ ദേശീയ മാധ്യമമായ ABP ന്യൂസും ഇലക്ഷൻ സർവേസ് നടത്തുന്ന സീ വോട്ടറും ചേർന്നുള്ള പ്രീപോൾ സർവേയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രീപോൾ സർവേ ഒന്നാം ഘട്ടം ABP ന്യൂസ് പുറത്തുവിട്ടത്. ABP ന്യൂസും സീ വോട്ടറും ചേർന്നാണ് സർവേ നടത്തിയിട്ടുള്ളത്. ഇത് ABP ന്യൂസും സീ വോട്ടറുമാണ് 2022 ഉത്തർപ്രദേശ് ഇലക്ഷൻ കൃത്യമായിട്ട് പ്രവചിച്ചത്. മാത്രമല്ല സമാജ്വാദി പാർട്ടി മികച്ച രീതിയിൽ മുന്നേറുമെന്നും അത് എന്നിട്ടും BJP തന്നെ ജയിക്കുമെന്നുള്ള പ്രവചനം കൃത്യമായി നടത്തിയ ടീമാണ് ABP സീ വോട്ടർ. അതുകൊണ്ട് തന്നെ ഈ സർവേ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റത്തുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം ഘട്ടത്തിൽ ABP ന്യൂസ് സീ വോട്ടർ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് 167 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സർവേയാണ്. അത് 6 സംസ്ഥാനങ്ങളിലേക്കുള്ള സർവേയാണ്. അത് ഒന്ന് കേരളമാണ്, ഒന്ന് തമിഴ്നാടാണ്, ഒന്ന് കർണാടകമാണ്, ഒന്ന് പഞ്ചാബാണ്, ഒന്ന് പശ്ചിമ ബംഗാളാണ്, ഒന്ന് രാജസ്ഥാനാണ്. അങ്ങനെ 6 സംസ്ഥാനങ്ങളിലേക്കുള്ള 167 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പ്രീപോൾ സർവേയാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. 167 ലോക്സഭാ മണ്ഡലങ്ങൾ. ആ 167 ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മൾ ആദ്യമേ കേരളത്തിലോട്ട് തന്നെ പോകാം. കേരളത്തിൽ അവരുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ കേരളത്തിൽ അവർ പറഞ്ഞ 20 സീറ്റും ഇന്ത്യ മുന്നണി തന്നെ ജയിക്കും. പക്ഷേ കോൺഗ്രസിന് തന്നെയായിരിക്കും 20 സീറ്റും. CPIM-ന് LDF-ന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടില്ല. 20 സീറ്റും കോൺഗ്രസ് തന്നെ, UDF തന്നെ, കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളും ചേർന്ന് ജയിക്കുമെന്നാണ് ABP സീ വോട്ടർ സർവേ പ്രകാരം പറയുന്നത്. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കാണ് കേരളത്തിൽ മുൻതൂക്കമെന്ന് സർവേ പറയുന്നത്. BJPക്ക് ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റത്തില്ലെന്നും 0 ABP സീ വോട്ടർ സർവേ പറയുന്നുണ്ട്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാടാണ്. തമിഴ്നാട് 39 ലോക്സഭാ സീറ്റാണ്. 39 ലോക്സഭാ സീറ്റും DMK-യും DMK-യുടെ സഖ്യകക്ഷികളും ചേർന്ന് നേടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ സീറ്റ് പോലും പുറത്തു പോകത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് അണ്ണാ DMK കിട്ടിയിരുന്നു. ഇത്തവണ ആ സീറ്റ് കൂടി DMK-ക്കും DMK-യുടെ സഖ്യകക്ഷികൾക്കും അവർ കിട്ടാമെന്ന് 39 സീറ്റാണ് ടോട്ടൽ തമിഴ്നാട്ടിലുള്ളത്. ആ 39 സീറ്റും DMK-ക്കും DMK-യുടെ സഖ്യകക്ഷികളുടെ CPM, CPI, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികൾക്കുമാണ് തമിഴ്നാട്ടിൽ കിട്ടാൻ പോകുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 39 സീറ്റ്. തമിഴ്നാട്ടിലും കേരളത്തിലും BJP ഇത്തവണ അക്കൗണ്ട് തുറക്കത്തില്ല. പരിപൂർണമായിട്ട് 0 ABP സീ വോട്ടർ സർവേ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ കർണാടകമാണ്. കർണാടകത്തിൽ വരുമ്പോഴത്തേക്കും വളരെ രസകരമായ സർവേയാണ് അവർ പുറത്തുവിട്ടുള്ളത്. 28 ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ കർണാടകത്തിലുള്ളത്. ആ കർണാടകത്തിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 23 BJP ജയിക്കുമെന്നാണ് അവരുടെ സർവേ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനകത്ത് കോൺഗ്രസ് നേടിയ മുൻതൂക്കം ലോക്സഭ എത്തുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകും. 23 BJP തന്നെ ജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിന് 5 സീറ്റിലോട്ട് വളരാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഒരു വലിയ വിജയം അവർക്ക് കർണാടകത്തിൽ നേടിയെടുക്കാൻ പറ്റത്തില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ വിജയത്തിൻ്റെ ആ അഡ്വാൻറ്റേജ് അവർ ലോക്സഭയിൽ എത്തുമ്പോഴത്തേക്കും കോൺഗ്രസ് കളഞ്ഞു എന്നാണ് ABP സീ വോട്ടർ സർവേ പറയുന്നത്. അടുത്ത സംസ്ഥാനം അവർ പറയുന്നത് പശ്ചിമ ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോഴത്തേക്കും NDAക്ക് 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റും തൃണമൂൽ കോൺഗ്രസിന് 20 സീറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 42 ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ പശ്ചിമ ബംഗാളിലുള്ളത്. അതിൽ 20 സീറ്റ് തൃണമൂൽ കോൺഗ്രസിനും 20 സീറ്റ് BJPക്കും 2 സീറ്റ് ഇന്ത്യ മുന്നണിക്കും എന്നാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ABP സീ വോട്ടർ സർവേ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അത് 2 സീറ്റ് അവർ വർദ്ധിപ്പിക്കുന്നു. അത് പ്രകാരം 20 എത്തുമെന്നും തൃണമൂൽ കോൺഗ്രസിന് 20 സീറ്റ് തന്നെ തുടരുമെന്നും ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റായിരുന്നു. ആ 2 സീറ്റ് ഇത്തവണ അവർ നിലനിർത്തുമെന്നുമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ABP സീ വോട്ടർ സർവേ പറയുന്നത്. 42 സീറ്റിനകത്ത് 20 തൃണമൂൽ കോൺഗ്രസും 20 BJPയും 2 ഇന്ത്യ മുന്നണി. അടുത്ത 2 സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് രാജസ്ഥാനും പഞ്ചാബുമാണ്. രാജസ്ഥാനും പഞ്ചാബിലെ അവർ സർവേ പ്രകാരം രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 25 സീറ്റും BJP തന്നെ വീണ്ടും ജയിക്കുമെന്നാണ് പറയുന്നത്. 2019 ലോക്സഭാ ഇലക്ഷനകത്തും 25 ലോക്സഭാ സീറ്റുകളും BJP തന്നെയാണ് വിജയിച്ചത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ BJP ജയിച്ച പോലെ തന്നെ ആ അഡ്വാൻറ്റേജ് ഇത്തവണ BJP നിലനിർത്തുമെന്നാണ് അവരുടെ സർവേ പറയുന്നത്. 25 സീറ്റും BJP തന്നെ ജയിക്കുമെന്നാണ് ABP സീ വോട്ടർ സർവേ. അടുത്ത സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചാബിൽ നിലവിലത്തെ രീതിയിൽ ആം ആദ്മി പാർട്ടിയാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് 4 ലോക്സഭാ സീറ്റുകളും കോൺഗ്രസിന് 7 ലോക്സഭാ സീറ്റുകളും BJPക്ക് 2 ലോക്സഭാ സീറ്റുകളാണ് ഇപ്പോഴത്തെ രീതിയിൽ ABP സീ വോട്ടർ സർവേ പ്രവചിക്കുന്നത്. 13 ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ പഞ്ചാബിലുള്ളത്. ആ 13-ൽ 2 BJP, 7 കോൺഗ്രസ്, 4 ആം ആദ്മി പാർട്ടി എന്നാണ് പറയുന്നത്. ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 2ആയിട്ടാണ് പഞ്ചാബിൽ മത്സരിക്കുന്നത്. കേരളത്തിൽ CPIM-ഉം കോൺഗ്രസും മത്സരിക്കുന്ന പോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ മത്സരിക്കുന്നത്. പരസ്പരം മത്സരിക്കുകയാണ്. അവിടെ ടോട്ടൽ 13 ലോക്സഭാ സീറ്റുകളിൽ 11 ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് ജയിക്കുമെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും 13-ൽ 11 ഇന്ത്യ സഖ്യമാണ്.
2 സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക്. അങ്ങനെയാണ് അവർ സർവേ പ്രകാരം പറയുന്നത്. അങ്ങനെ 6 സംസ്ഥാനം മൊത്തത്തിൽ പരിശോധിക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകൾ എല്ലാം ബി ജെ പി തന്നെ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത തമിഴ്നാട്, കേരളം, പഞ്ചാബ് പോലെ മേഖലകളിൽ അവർക്ക് തിരിച്ചടി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും രാജസ്ഥാൻ, കർണാടക, പിന്നെ ബംഗാൾ പോലുള്ള മേഖലകളിൽ ബി ജെ പി തങ്ങളുടെ സ്വാധീനം അതേപടി നിലനിർത്തുന്നു എന്നാണ് ABP സീ വോട്ടർ സർവേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 6 സംസ്ഥാനങ്ങളിലായിട്ട് 167 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സർവേ ആണ് അവർ പുറത്തുവിട്ടുള്ളത്. അതുപ്രകാരം NDAക്ക് 70 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 97 സീറ്റുമാണ് നിലവിലത്തെ രീതിയിൽ അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 167-നകത്ത് നിലവിലത്തെ സാഹചര്യത്തിൽ സൗത്ത് ഇന്ത്യ എണ്ണുന്ന സമയത്ത്, സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ വോട്ട് എണ്ണുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റമുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് ബി ജെ പി ആ മുന്നേറ്റം തിരിച്ചു പിടിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണം കൂടുതൽ ഉത്തരേന്ത്യയിലായതുകൊണ്ട് തന്നെ ബി ജെ പി വ്യക്തമായ സ്വാധീനമുണ്ടെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാലും 1-ം ഘട്ടം മാത്രമാണ് അവർ പുറത്തുവിട്ടുള്ളത്. 1-ം ഘട്ടത്തിലെ 167 ലോക്സഭാ മണ്ഡലങ്ങളിലെ കണക്ക് മാത്രമാണ് പുറത്തുവിട്ടുള്ളത്. ബാക്കി 2 ദിവസങ്ങളായിട്ട് അവർ പുറത്തുവിടുന്നു പറയുന്നുണ്ട്. 1-ം ഘട്ടത്തിൽ എന്തായാലും അവർ ഇന്ത്യ മുന്നണിക്കാണ് മേൽക്കൈ പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ ആണെന്ന്, സൗത്ത് ഇന്ത്യ ട്രഡീഷണലായിട്ട് തന്നെ ബി ജെ പിക്ക് ബാലികേറ മലയാണ്, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും. ബംഗാളിൽ പോലും അവർക്ക് 20 സീറ്റിനടുത്ത് മാത്രമേ കിട്ടുള്ളൂ. 42-നകത്ത് 20 മാത്രമേ കിട്ടുന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പഞ്ചാബിൽ അവർക്ക് കർഷക സമരത്തിന് ശേഷം ബി ജെ പിയുടെ സ്വാധീനം വളരെ കുറവാണ്. അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിലെ വോട്ടാണ് ആദ്യമേ ABP സീ വോട്ടർ എണ്ണിയിട്ടുള്ളത്. വോട്ടല്ല, പ്രീപോൾ സർവേയാണ് അവർ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ ബി ജെ പി പഴയപടി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ ബി ജെ പിക്ക് സ്വാധീനമുള്ള കർണാടകം, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ സ്വാധീനം അതേപടി നിൽക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ സർവേ പറയുന്നത്. എന്തൊക്കെയാലും കോൺഗ്രസിന് കേരളത്തിന് പുറത്ത്, തമിഴ്നാട് പുറത്ത് സ്വാധീനം പഴയപടി തന്നെ ആയിരിക്കുമെന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റിൽ തന്നെയായിരിക്കും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വ്യക്തമാക്കുന്നതാണ് 1-ം ഘട്ട സർവേ. ബാക്കി നമുക്ക് അടുത്ത 2 ദിവസങ്ങളിൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ 1-ം ഘട്ട സർവേയിൽ ഇന്ത്യ സഖ്യത്തിനാണ് ഇപ്പോൾ ABP പ്രകാരം മേൽക്കൈ വന്നിട്ടുള്ളത്. ABP സീ വോട്ടർ സർവേ പ്രകാരം 1-ം ഘട്ട സർവേയിൽ ഇന്ത്യ സഖ്യത്തിനാണ് ഇപ്പോൾ മേൽക്കൈ വന്നിട്ടുള്ളത്. 167 ലോക്സഭാ മണ്ഡലങ്ങളിൽ 97-ഉം ഇന്ത്യ സഖ്യത്തിനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 2 ദിവസങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ വാർത്തകൾ കൊടുക്കുന്നതുമായിരിക്കും.